നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബബന്ധം മുറിച്ചവന്റെ അമൽ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ വരുത്തുന്നവരുണ്ട്, കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവരുണ്ട്, കണ്ടാൽ മിണ്ടാത്തവരുണ്ട്, സലാം പറയാത്തവരുണ്ട്, തെറ്റി നടക്കുന്നവരുണ്ട്. റമദാനിനു വേണ്ടി വീട് പെയിന്റ് അടിച്ചു, റമദാനിനു വേണ്ടി പരിസരം നന്നാക്കി, പക്ഷേ റമദാനിനു വേണ്ടി ഒരുങ്ങുന്നിടത്ത് കൽബിനെ നന്നാക്കിയില്ല, കൽബിനെ ശുദ്ധീകരിച്ചില്ല, വിട്ടുവീഴ്ചയുടെ മനസ്സില്ല, അസൂയയില്ലാത്ത മനസ്സില്ല, പകയില്ലാത്ത മനസ്സുണ്ടാക്കിയെടുത്തില്ല. നല്ല കുപ്പായം ധരിച്ചാൽ അയാൾ നല്ല മനുഷ്യനാകൂല. മനസ്സിലായിക്കൂടെ? നല്ല കുപ്പായം ധരിച്ചു എന്നുള്ളതുകൊണ്ട് ആള് നല്ലവനാവൂല. നല്ല മനുഷ്യനാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്ക് നിങ്ങൾ. അലാ വ ഇന്ന ഫിൽ ജസദി മുദ്അ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ മനുഷ്യന്റെ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാലോ മനുഷ്യന്റെ ശരീരം മുഴുവനും കേടുവന്നു. അലാ വഹിയൽ ഖൽബ്, അതാണ് മനുഷ്യരെ ഹൃദയം. ഹൃദയം നന്നാവാതെ ശരീരം നന്നാകൂല. ഹൃദയം നന്നായാലേ അവന്റെ ശരീരം നന്നാവുകയുള്ളൂ. ഹൃദയം കേടുവന്നാലോ അവന്റെ ശരീരം കേടുവന്നു. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളെ മുന്നിലൂടെ ഒരു ബോക്സ് വരുന്നുണ്ട്, ദഅവാ ഫണ്ടിലേക്കുള്ള ഒരു കളക്ഷനാണ്. കഴിവനുസരിച്ച് കൊടുക്കണം. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള ഒരു ഫണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ ആത്മാർത്ഥമായി നമ്മൾ മനസ്സിലാക്കുക. ബന്ധങ്ങളൊക്കെ വില കൽപ്പിക്കാതിരിക്കാനുള്ള കാരണം നമ്മുടെ കൽബ, മലീമസമായി കിടക്കുന്ന കൽബ്. കൽബിനെ നന്നാക്കണം, കൽബിനെ ശുദ്ധീകരിക്കണം. ഇരിക്കുന്ന ആളുകളോട്, എൻ്റെ സംസാരം ശ്രദ്ധിക്കുന്നവരോട്, കുടുംബങ്ങളിലൊക്കെ കുറെ ആളുകൾ തെറ്റിപ്പിരിഞ്ഞ് ഭിന്നിച്ച് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. റമദാനിന് മുമ്പൊക്കെ അവരൊക്കെ ഒന്ന് പോയി കണ്ട് ഒന്ന് സലാം പറഞ്ഞൊന്ന് പൊരുത്തപ്പെടിച്ച് ഇടപാടുകളൊക്കെ ഒന്ന് നന്നാക്കി ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കി പോണം, അല്ലേ? പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ച കാര്യമല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യുസല വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലാഹ് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവനെ കുറിച്ച് റബ്ബ് പറഞ്ഞ വാക്കെന്തറിയങ്ങൾ? അല്ലാഹ് പറഞ്ഞത് അവർ അധർമ്മകാരികളാണ്, തോന്നിവാസികളാണ്. നാളെ പരലോകത്ത് നിന്ദ്യമായ ശിക്ഷ അനുഭവിക്കുന്നവരായിരിക്കും അവർ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പിണക്കങ്ങൾ വേണ്ട. ചേട്ടനോട്, അനുജനോട്, കുടുംബങ്ങളോട്, സഹോദരങ്ങളെ, ബന്ധങ്ങളെ ഇണക്കി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകണം. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചയും റബ്ബിന്റെ അടുക്കലേക്ക് മനുഷ്യന്റെ കർമ്മങ്ങളെ അല്ലാഹു കൊണ്ടുപോകും. മനുഷ്യന്റെ കർമ്മങ്ങൾ അല്ലാഹു കൊണ്ടുപോകുന്ന സമയത്ത് ഒരുത്തന്റെ അമൽ അല്ലാഹു സ്വീകരിക്കൂല, ഒരുത്തന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കൂല. എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ റബ്ബ് പറയുന്ന വാചകം ഇതാണ്: ഞാൻ അവനോട് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞതിന് അവനോട് ചേർക്കാൻ പറ, എന്നിട്ടും മതിയവന്റെ അമലുകൾ എനിക്ക്. അമലുകളെ സ്വീകരിക്കണമെങ്കിൽ സഹോദരങ്ങളെ, ഇബാദത്തുകൾക്ക് സ്വീകാര്യതയുണ്ടാകണമെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ ശരിപ്പെടുത്തണം. ബന്ധങ്ങൾ ശരിയാക്കണം. സ്വന്തം ഉമ്മാനോട് പിണങ്ങി നടക്കുന്ന എത്ര ആളുകളുണ്ട്, സ്വന്തം വാപ്പയോട് പിണങ്ങി നടക്കുന്ന എത്ര ആളുകളുണ്ട്. വാശിയാണ്, നമുക്ക് വൈരാഗ്യാണ്. വിട്ടുകൊടുക്കാനൊന്ന് താഴ്ന്നു കൊടുക്കാൻ നമ്മൾ ഒരുക്കല്ല. എന്തിന്റെ പേരില? ജേഷ്ഠനുമായി തെറ്റിയത് അതാ അതിരിന്റെ പേരില, ആ പറമ്പിന്റെ പേരില. ചെറിയ നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ ബന്ധങ്ങൾക്ക് വിള്ളൽ വരുത്തി ജീവിക്കുന്നവരെ ഇബാദത്ത് റബ്ബിന് വേണ്ട, ഇബാദത്ത് റബ്ബിന് വേണ്ട. അല്ലാഹു മുറിച്ചു കളയും, അല്ലാഹു സ്വീകരിക്കാതെ പോകും അവന്റെ കർമ്മങ്ങൾ. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഗൗരവമായി ഉൾക്കൊള്ളണം. സഹോദരങ്ങളെ, നാലാമത്തെ വിഷയം എന്താണെന്നറിയുമോ? നാലാമത്തെ കാര്യം, നന്മയും തിന്മയും ഒരുപോലെ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. ഈ റമളാനിലൊക്കെ ഒന്ന് മുന്നൊരുക്കം നടത്തി
ഒന്ന്, എല്ലാവിധ ഖൈറുകൾക്കും വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിച്ച് തൗബ ചെയ്തൊക്കെ മടങ്ങുമ്പോ പാപങ്ങളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കുക. ഞാനൊരു ഹദീസ് വിശദീകരിക്കാം. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി അന്നിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അന്നഹു ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗത്തെ പറ്റി എനിക്കറിയാം. റസൂലുള്ള പറയാണ്, എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗത്തെ കുറിച്ച് എനിക്കറിയാം. യഅ്തൂന യൗമൽ ഖിയാമ, അവർ പരലോകത്ത് കൊണ്ടുവരപ്പെടും. ഖിയാമത്ത് നാളിൽ അവർ കൊണ്ടുവരപ്പെടും. എങ്ങനെയാണ് അവർ കൊണ്ടുവരപ്പെടുന്നത്? ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ, തിഹാമ പർവതത്തിന് സമാനമായ അമലുകളുമായി, തിഹാമ പർവ്വതത്തിന് സമാനമായ കർമ്മങ്ങളുമായിട്ട് അവർ റബ്ബിന്റെ കോടതിയിലേക്ക് അവർ കടന്നു വരും. അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരുടെ അമലുകൾ ബീളൻ, വെളുവെളുത്ത പളുങ്ക് പോലെയുള്ള അമലുകളാണ് അവരുടെ കയ്യിലുള്ളത്. ഫയജ്അലുഹുല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറാ, അവന്റെ കർമ്മങ്ങളുമായി റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ അവന്റെ കർമ്മങ്ങളൊക്കെ അല്ലാഹ് ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഊതിപ്പറപ്പിച്ച തൂളികളാക്കി റബ്ബ് മാറ്റും. അല്ലാഹ് സ്വീകരിക്കൂല എന്നാണ്. ആ കർമ്മങ്ങൾ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഊതിപ്പറപ്പിച്ച തൂളികളാക്കി റബ്ബ് മാറ്റും. എത്രയെത്ര റമളാനുകളിൽ നിന്ന് നേടിയെടുത്തതാണ്, എത്രയെത്ര പുണ്യകർമ്മങ്ങളാണെന്ന് വിചാരിച്ചവൻ ചെയ്തതാണത്. പക്ഷേ അല്ലാഹു അവന്റെ കർമ്മങ്ങൾ എടുത്തു. അല്ലാഹു അവന്റെ കർമ്മങ്ങൾ എടുക്കുകയാണ്. എന്നിട്ട് ഹബാഅൻ മൻസൂറാ, ൂളികളാക്കി റബ്ബ് ഇങ്ങനെ ഊതിപ്പറപ്പിക്കും. അവന്റെ കർമ്മം സ്വീകരിക്കൂല. ഇത് കേട്ട ഉടനെ ഖാല സൗബാൻ, സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് റസൂലിനോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സിഫ്ഹും ലനാ ജല്ലിഹും ലനാ അൻ ലാ നകൂന മിൻഹും നഹ്നു ലാ നഅലം, ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല നബിയേ. ആ പറയപ്പെട്ട ദൗർഭാഗ്യവാന്മാർ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല റസൂലേ. അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാനാണ്. അവർ ആരാണെന്ന് അല്ലാഹുവും റസൂലിനും മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് റസൂലേ ഒന്ന് പറഞ്ഞു തരൂ, ആരാണ് പരലോകത്ത്, ആരുടെ കർമ്മങ്ങളാണ് അല്ലാഹ് ഊതിപ്പറപ്പിച്ച് കളയുക എന്ന് ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞ വാചകം കേട്ടോ, അമാ ഇന്നഹും ഇഖ്വത്തുക്കും, അമാ ഇന്നഹും ഇഖ്വത്തുക്കും. റസൂലുള്ളാഹി പറയാണ്, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. മിൻ ഖിൽദതികും, നിങ്ങളുടെ കൂടെ ജീവിച്ച നിങ്ങളുടെ സഹോദരങ്ങളാണ്. യഖുദൂന മിനൽ ലൈലി കമാ യഖുദൂൻ, നിങ്ങൾ രാത്രി നിസ്കരിച്ചപ്പോൾ അവരും രാത്രി നിസ്കരിച്ചിട്ടുണ്ട്. ഖിയാമത്തിൽ ഖിയാമുൽ ലൈൽ, ഖിയാം റമളാൻ, തറാവീഹ്, തഹജ്ജുദ്, അതേ വിത്ർ എന്നിങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ട് അവർ നിസ്കരിച്ചിട്ടുണ്ട്. ഫർളിന്റെ കാര്യത്തിൽ ജമാഅത്തിൽ പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തവരാണവർ. ഇതെല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹ് ഇൻതഹഖൂഹാ, ഈ നന്മകളൊക്കെ ചെയ്യുമ്പോ, ഈ സുഹൃതങ്ങളൊക്കെ ചെയ്യുമ്പോ, ഈ സുഹൃതങ്ങൾക്കിടയിൽ തെറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയപ്പോ ആ തെറ്റും അതിന്റെ കൂടെ ചെയ്തവരാണവർ. നന്മയും തിന്മയും കൂട്ടിക്കലർത്തിയവർ, ജനങ്ങൾക്ക് മുന്നിൽ വന്ന് നന്മ ചെയ്തവർ, സ്വകാര്യമായിരുന്നപ്പോ തെറ്റ് ചെയ്തവരാണ്. അവരുടെ കർമ്മങ്ങളാണ് അല്ലാഹ് ഹബാഅൻ മൻസൂറാ, ഊതി പറപ്പിക്കുന്ന തൂളികളാക്കി റബ്ബ് മാറ്റുന്നത്. എന്റെ ഉമ്മത്തെ, മൊബൈലിൽ ഇരുന്നു കൊണ്ട്, വീടിന്റെ ഉള്ളിൽ ഇരുന്ന്, തന്റെ റൂമിലിരുന്ന് ഹറാമ് കാണുന്നവരെ, ഹറാമ് കേൾക്കുന്നവരെ, ഹറാമിന്റെ
ഹറാമിന്റെ ലോകത്ത് വിഹരിക്കുന്നവര്, ഷോർട്സിന്റെയും റീൽസിന്റെയും ലോകത്ത് വിഹരിക്കുന്നവര്, തന്റെ വീഡിയോകൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി തോന്നിവാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ ചിന്തിച്ചു നോക്കിക്കോ നിങ്ങൾ. അല്ലാഹ് ഹറാമാക്കിയതിനോടുള്ള നിലപാടെന്താ? അല്ലാഹ് നിഷിദ്ധമാക്കിയതിനോടുള്ള നിലപാടെന്താ? ഇസ്ലാം ഹറാമാണെന്ന് പഠിപ്പിച്ച കാര്യത്തിനോട് മുസ്ലിമേ നിന്റെ നിലപാടെന്താ? ആത്മാർത്ഥമായി ചിന്തിച്ചോ. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി, ആദ്യം എടുത്തത് മൊബൈലാണ്, കണ്ടത് സിനിമയാണ്, സീരിയലാണ്, തോന്നിവാസങ്ങളാണ്, ഹറാമായ സെക്സ് വീഡിയോകളാണ്. റമദാനിന്റെ പകലുകളിൽ പോലും, റമദാനിന്റെ രാവുകളിൽ പോലും, റമദാൻ പുണ്യമാണെന്ന് പഠിപ്പിച്ച അവസാനത്തെ 10-ൽ പോലും മനുഷ്യന്മാരിന്ന് ഇതിന്റെ ലോകത്താണ്. ദിക്റുകളില്ല, ദുആകളില്ല, തസ്ബീഹുകളില്ല, തഹ്ലീലുകളില്ല, ജമാഅത്തിന് പള്ളിയിലില്ല. ഇതിനൊന്നും നമുക്ക് നേരമില്ല. കാരണം നമ്മൾ മൊബൈലിന്റെ അകത്താണ്. മൊബൈലിൽ നമ്മൾ അഡിക്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. എന്റെ ഉമ്മത്തെ നമ്മൾ മനസ്സിലാക്കിക്കോ. അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ദിക്റിലേക്ക് ശ്രദ്ധ കൊടുക്ക്, ഒന്ന് ദുആയിലേക്ക് ശ്രദ്ധ കൊടുക്ക്, പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലേക്ക് ശ്രദ്ധ കൊടുക്ക്. എത്രയെത്ര മനോഹരമായ വചനങ്ങളതാ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, ഖുർആനിൽ നിന്ന് ഒരു ഹർഫാരെങ്കിലും പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസന, അവനൊരു ഹസനത്ത് കൂലിയുണ്ട്. ഒരു അക്ഷരത്തിന് 10 പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അലിഫ് ലാം മീം ഹർഫുൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫല്ല, മറിച്ച് അലിഫുൻ ഹർഫ്, ലാമുൻ ഹർഫ്, മീമുൻ ഹർഫ്. അലിഫ് എന്നോദിയാൽ 10 പ്രതിഫലം രേഖപ്പെട്ടു. അലിഫ് ലാം മീം എന്നോദിയാൽ 30 കൂലിയാണ് രേഖപ്പെടുത്തപ്പെട്ടത്. ഈ ഖുർആൻ മാറ്റിവെച്ചിട്ടാണ് സംഗീതത്തിന്റെ ലോകത്ത് നമ്മൾ പോയത്. ഈ ഖുർആൻ മാറ്റിവെച്ചിട്ടാണ് ഹറാമിന്റെ ലോകത്ത് നമ്മൾ പോയത്. ഈ ഖുർആൻ മാറ്റിവെച്ചിട്ടാണ് ദിക്റുകളില്ലാതെ, ദുആ ഇല്ലാതെ ഈ റീൽസിന്റെയും ഷോർട്സിന്റെയും ലോകത്ത് നമ്മൾ പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ പോലും നമ്മൾ നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് റമദാനിന്റെ സന്ദർഭങ്ങളിലാകട്ടെ, അല്ലാത്ത സമയങ്ങളിലാകട്ടെ, ഈ തിന്മയിൽ നിന്ന് മാറി നിൽക്കണേ, ഈ കുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കണേ, മനസ്സിനെ ശുദ്ധീകരിക്കണേ. റമദാനിന് വേണ്ടി ഒരുങ്ങുമ്പോ ഈ നിയ്യത്താണ് നമുക്ക് വേണ്ടത്, ഈ മുന്നൊരുക്കമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നന്മയും തിന്മയും കൂടിക്കലരണ്ട. കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നവർ, അൽ ഐനാനി സിനാഹുമാ അൻ-നദർ, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അൽ നദർ നോട്ടമാണ്. അൽ ഉദ്നാനി സിനാഹുമാ, കാതുകൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിമാ, ഹറാം കേൾക്കലാണ്. കൈകൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അൽ ബതുഷ്, ഹറാം പിടിക്കലാണ്. കാലുകൊണ്ടുള്ള വ്യഭിചാരം ഹറാമിലേക്ക് നടന്നു നീങ്ങലാണ്. നോക്കൂ നിങ്ങൾ, മനസ്സുകൊണ്ട് ഹറാം ചിന്തിക്കലാണ്. കാലുകൊണ്ട് നടന്ന്, കൈകൊണ്ട് പിടിച്ച്, കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, നാവുകൊണ്ട് സംസാരിച്ച് വ്യഭിചാരത്തിന്റെ തിന്മകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോ ഇതിനെ സത്യപ്പെടുത്തുന്നത് ഗുഹ്യസ്ഥാനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, നമ്മൾ ഇന്ന് വ്യഭിചാരത്തിന്റെ ലോകത്തല്ലേ? നമ്മുടെ കണ്ണുകൊണ്ട് വ്യഭിചാരത്തിന്റെ ലോകത്തല്ലേ? നമ്മുടെ കാതുകൊണ്ട് വ്യഭിചാരത്തിന്റെ ലോകത്തല്ലേ? നമ്മുടെ തിന്മകളിലൂടെ നമ്മൾ വ്യഭിചാരത്തിന്റെ ലോകത്തല്ലേ? ഫലാ തഖറബുസ് സിന, ഫലാ തഖറബുസ് സിന. എന്താ റമദാനിന്റെ പവിത്രത? ഖുർആൻ ഇറങ്ങിയതാണെന്ന് നമ്മൾ വാദിക്കാറുണ്ട്, നമ്മൾ പറയാറുണ്ട്, നമ്മൾ അംഗീകരിക്കാറുണ്ട്. ആ റമദാനിന് നമ്മൾ പവിത്രത കണ്ടു. പക്ഷേ ഈ ഖുർആനിൽ എന്ത് പവിത്രതയാണ് ഞാനും നിങ്ങളും കണ്ടത്? ഈ ഖുർആൻ പറഞ്ഞ വാചകം ഫലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് കേട്ടോ. ഇന്നഹു കാന ഫാഹിഷ, ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വ്യഭിചാരം മ്ലേച്ഛമാണ്, വ്യഭിചാരം ദുഷിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധ പാലിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ വാചകമാണ്. പലിശയിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം, ഹറാമായ സംസാരത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. സാമ്പത്തിക ഇടപാട് നടത്തുമ്പോ ഹറാമായ സമ്പാദ്യം കൊണ്ടല്ല ഞാൻ തിന്നുന്നത് എന്ന് ഉറപ്പുവരുത്തണം. എന്റെ ഭക്ഷണം ഹലാലാണ്,
ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കുന്നത്, എന്റെ ഭാര്യക്ക് കൊടുക്കുന്നത്, എന്റെ കുടുംബങ്ങളെ ഞാൻ തീറ്റിക്കുന്നത് ഹറാമിന്റെതല്ല എന്ന് ഉറപ്പുവരുത്തണം. അഹല്ലല്ലാഹുൽ ബൈഅ, പലിശ നോക്കൂ നിങ്ങൾ, കച്ചവടം അല്ലാഹു ഹലാലാക്കി. വഹറമർ റിബാ, പലിശ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. ലോൺ എടുത്ത് വീട് കെട്ടുന്നവർ, ലോൺ എടുത്ത് വാഹനം വാങ്ങുന്നവർ, ലോൺ എടുത്ത് മക്കളെ കെട്ടിച്ചവർ, ലോൺ എടുത്ത് മക്കളെ പഠിപ്പിക്കുന്നവർ, എന്റെ ഉമ്മത്തെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ നമ്മുടെ അമലുകൾ എങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് നിസ്കാരം പറന്നുപോയി, നോമ്പല്ല ഊതിപ്പറപ്പിച്ചു, സുഹൃതങ്ങളെയല്ല ഊതിപ്പറപ്പിച്ചു. എന്തേ? നന്മയും തിന്മയും കൂട്ടിക്കൊടച്ചവരാണ്. അതുകൊണ്ട് ശ്രദ്ധ പാലിക്കണേ, തഖ്വ വേണേ, സൂക്ഷ്മത വേണേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ഉബയ്യ് ഇബ്നു കഅബ് ചോദിക്കുകയാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഉബയ്യേ, ഉമറേ, നീ നടന്നു പോകുന്ന വഴിയിൽ മുള്ളുകൾ നിറഞ്ഞ വഴിയാണെങ്കിൽ ഉമറേ നീ എങ്ങനെയാണ് നടന്നു പോവുക എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉശമ്മിസു അൻസാഖി, ഞാൻ എന്റെ മുണ്ടൊന്ന് ഇങ്ങനെ പൊക്കി പിടിക്കും, എന്നിട്ട് വഅൻദുറു ഇലാ ഖദമി, എന്റെ കാലിലേക്ക് ഞാൻ നോക്കും, എന്നിട്ട് മുള്ളില്ലാത്ത സ്ഥലം നോക്കി ഞാൻ കാലെടുത്ത് വെച്ച് പോകുമെന്ന് പറഞ്ഞപ്പോ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമറേ ഹിയ തഖ്വ, അതാണ് ഉമറേ തഖ്വ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നിടത്തും തിന്മകൾ വരാതിരിക്കാനുള്ള സൂക്ഷ്മത വേണം. അല്ലാഹനെ സൂക്ഷിക്കുന്നിടത്ത് പാപങ്ങളില്ലാതെ നിന്റെ ജീവിതത്തെ നീ കെട്ടിപ്പടുക്കണം. നീ ഒറ്റക്കൊരു റൂമിലാണെങ്കിലും ശരി, പരസ്യമായ സ്ഥലത്താണെങ്കിലും ശരി, തിന്മകളെ നീ സൂക്ഷിക്കണേ, തെറ്റിനെ നീ സൂക്ഷിക്കണേ. നിനക്കൊരു ഖബർ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്, നിനക്കൊരു പരലോകം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്റെ നന്മകൾ ഇല്ലാതെയായി പോകരുത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമാക്കി തരുമ്പോ നമ്മൾ ചിന്തിക്കണേ പ്രിയമുള്ളവരെ. പരിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേറ്റണേ സഹോദരങ്ങളെ. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കണം. അഞ്ചാമത്തെ കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. നാവിദാ ഫഖൽ ലിസാനക ഇന്നഹു സുബാനു, ഇരുതല മൂർച്ചയുള്ള കാളസർപ്പമാണ് നിന്റെ നാവ്. ഈ നാവ് കൊണ്ട് ഹറാം സംസാരിച്ച് മറ്റുള്ളവനെ ഗീബത്ത് പറഞ്ഞ് നമീമത്ത് പറഞ്ഞ് നോക്കൂ നിങ്ങൾ, സ്വന്തം കൂടെയുള്ളവനെ കുറിച്ച് എല്ലാ തോന്നിവാസങ്ങളും പറയുന്ന മനുഷ്യരുണ്ട് ഭൂമിയിൽ. അങ്ങനെ പറഞ്ഞു നടക്കുന്നവരോട്, കളവുകൾ പ്രചരിപ്പിക്കുന്നവരോട് അല്ലാഹു പറയാണ്, നാളെ പരലോകത്ത് മനുഷ്യരെ കൊണ്ടുവരും റബ്ബ്, മനുഷ്യരെ കൊണ്ടുവരും റബ്ബിന്റെ കോടതിയിൽ അല്ലാഹു കൊണ്ടുവരും മനുഷ്യന്മാരെ. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ്? റസൂലുള്ളാഹി ചോദിക്കുകയാണ് സ്വഹാബത്തിനോട്, സ്വഹാബ മനിൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയുമോ? ആരാണ് പാപ്പരായി പോയവനെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, റസൂലേ, നമ്മളുടെ കൂട്ടത്തിൽ സമ്പത്തില്ലാത്തവനല്ലേ, ആരോഗ്യമില്ലാത്ത, നോക്കൂ നിങ്ങൾ, നമ്മുടെ കൂട്ടത്തിൽ അധികാരമില്ലാത്തവനല്ലേ, ആ സമ്പത്തൊന്നുമില്ലാത്ത ആളുകളല്ലേ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, അതല്ല, പരലോകത്ത് പാപ്പരാകുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരാണെന്നറിയുമോ? അവരുടെ കയ്യിൽ നിസ്കാരമുണ്ട്, അവരുടെ കയ്യിൽ നോമ്പുണ്ട്, അവരുടെ കയ്യിൽ നിസ്കാരമുണ്ട്, സകാത്തുണ്ട്, എല്ലാ സുഹൃതങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ റസൂലുള്ളാഹി പറയാണ്, സ്വർഗത്തിലേക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഇബാദത്ത് കൊണ്ട് സ്വർഗം നേടാമെന്ന മനസ്സോടെ നിൽക്കുന്ന ഈ മനുഷ്യന്റെ മുന്നിൽ ഒരു സംഘം പരാതിക്കാർ വരും. ഒരു സംഘം പരാതിപ്പെട്ടുകൊണ്ട് ഒരു സംഘം ആളുകൾ വരും. എന്നിട്ട് പറയും, യാ റബ്ബി, ഞങ്ങളുടെ റബ്ബേ, എന്റെ റബ്ബേ, ഇയാൾക്ക് നീ സ്വർഗം കൊടുക്കരുതല്ലാ, ഇയാൾക്ക് നീ സ്വർഗം കൊടുക്കരുതല്ലാ. എന്തേ കാരണം? ഇവൻ എന്നെ അടിച്ചിട്ടുണ്ട് റബ്ബേ, എന്നെ കുറിച്ച് നാട്ടിൽ കളവ് പറഞ്ഞവനാണ് റബ്ബേ, ഗീബത്ത് പറഞ്ഞവനാണ് റബ്ബേ, നമീമത്ത് പ്രചരിപ്പിച്ചവനാണല്ലാ, അവന്റെ നാവ് കൊണ്ട് എന്നെ കുറിച്ച് വ്യഭിചാരോപണം ഉന്നയിച്ചവനാണ് നാഥ. അതുകൊണ്ട് ഇയാൾക്ക് നീ സ്വർഗം കൊടുക്കല്ലേ അല്ലാ എന്ന് അള്ളാന്റെ മുന്നിൽ വന്ന് പരാതിപ്പെടുന്ന സംഘത്തെ റസൂലുള്ളാഹി പരിചയപ്പെടുത്തി തരികയാണ്. ഈ സംഘത്തിന് അല്ലാഹു വിധിക്കുന്ന ഒരു വിധിയുണ്ട്. റസൂലുള്ളാഹി പറയാണ്, ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ അല്ലാഹു പരാതിക്കാർക്ക് വിഹിതിച്ചു കൊടുക്കും, പരാതിക്കാർക്ക് വിഹിതിച്ചു കൊടുക്കും. പരാതിക്കാരുടെ പരാതി തീർന്നില്ല, പക്ഷെ ഇവന്റെ നന്മകളൊക്കെ തീർന്നുപോയി. പരാതിക്കാരനെയും ബാക്കിയാണെങ്കിൽ ആ പരാതിക്കാർ ചെയ്ത തിന്മകളെ അല്ലാഹു ഇവന്റെ അക്കൗണ്ടിലേക്ക് അല്ലാഹു വരവ് വെച്ചു കൊടുക്കും. എന്നിട്ട് അവനെ നരകത്തിലേക്ക് എറിയുകയാണ്. ഖുദൂഹു ഫഗുല്ലൂ
സുമ്മൽ ജഹീമ സല്ലൂ, എറിയടോ. ആ കാലിലും കഴുത്തിലുമൊക്കെ ചങ്ങല ബന്ധിച്ച് നരകത്തിന്റെ ആഴങ്ങളിലേക്ക് എറിയാൻ വേണ്ടിയുള്ള കൽപ്പന പുറപ്പെടുവിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാവ് കൊണ്ട് വേണ്ടാത്തരം സംസാരിക്കണ്ട, മറ്റുള്ളവന്റെ സമ്പത്ത് കൊള്ളയടിക്കണ്ട, മറ്റുള്ളവനെ ഉപദ്രവിക്കണ്ട. ശാരീരികമായും മാനസികമായും ആരെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോയിക്കോ. അല്ലാഹ് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. പരിശുദ്ധ റമളാനാണ്. ഏതാനും ദിവസങ്ങളെ കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തി നിൽക്കുന്നത്. ശഅബാനിലാണ് നമ്മളുള്ളത്. റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമാണ് ശഅബാൻ. ശഹ്റു ശഅബാൻ. ശഅബാൻ മാസത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്, സുഹൃതങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. ഈ മാസത്തിൽ എന്റെ അമലുകൾ ഞാൻ ഉയർത്തുമ്പോ, എന്റെ അമലുകൾ എന്നിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനായിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് താബീങ്ങളെ കുറിച്ച് പറയാണ്, സ്വഹാബത്തിനെ കുറിച്ച് പറയാണ്, തബഅതാബീങ്ങളെ കുറിച്ച് പറയാണ്. ശഹ്റുൽ ഖുറാ, ശഅബാൻ മാസം കടന്നു വന്നാൽ സ്വഹാബത്ത് ശഅബാനിനെ വിളിച്ചിരുന്ന പേര് ശഹ്റുൽ ഖിറാഅ. ഇത് ഖുർആൻ ഓതുന്നവരുടെ മാസമാണ്. ഖുർആൻ ഓതിയിട്ടവർ അതിലേക്ക് റമളാനിലേക്ക് പ്രവേശിച്ചു. ഖുർആൻ ഓതിയിട്ടവർ റമളാനിലേക്ക് കാലെടുത്തു വെച്ചു. ഖുർആനുമായി ബന്ധം സ്ഥാപിച്ചു. പഠനത്തിലൂടെ, പാരായണത്തിലൂടെ ഖുർആൻ പഠിക്കുന്നവരാണോ നമ്മൾ? നമ്മുടെ മുന്നിൽ വീട്ടിൽ ഖുർആനുണ്ട്. അലമാരകളിൽ സൂക്ഷിച്ച വെറും ഒരു ഗ്രന്ഥമായത് മാറരുത്. അത് പാരായണം ചെയ്യപ്പെടണം. അത് പഠിക്കാനുള്ള പഠനത്തിന്റെ വേദിയിലേക്ക് ഖുർആനിനെ ഇറക്കി വെക്കണം. തർജുമകൾ വായിക്കണം, തഫ്സീറുകൾ വായിക്കണം, ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസുകളിൽ ചെന്നിരിക്കണം. പഠിതാക്കളായി നമ്മൾ മാറണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഉത്തമന്മാർ. ഖുർആൻ പഠിക്കുന്നവരാണ്, അതിനെ പഠിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് ഖുർആനിന്റെ പഠനത്തെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ധാരാളമായി ഖുർആനിന്റെ പഠനത്തെ നിങ്ങൾ ശ്രദ്ധിക്കണേ. വളരെ ഗൗരവത്തോടെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ. ആത്മാർത്ഥമായ ശ്രദ്ധ വേണം നമുക്ക്. ഖുർആനിന്റെ പഠനവും അതിന്റെ പാരായണവും, ഖുർആനാണ് നമ്മുടെ ജീവിതം എന്ന് ഉറപ്പുവരുത്താനും നമുക്ക് കഴിയണം. ഖുർആൻ പഠിച്ചിട്ടാണ് ഞാൻ ജീവിച്ചത്, ഖുർആൻ പഠിച്ചിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തി മുന്നോട്ട് പോകുന്നവരായി മാറുക. എല്ലാ നിലക്കും റമളാനിന് വേണ്ടി മുന്നൊരുക്കം നടത്തി കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. ഇതിന്റെ കൂട്ടത്തിൽ റമളാനിന് വേണ്ട വിധിവിലക്കുകൾ എന്താണെന്നറിയണം. നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, മൻ ഹുരിമ ഖൈറഹാ, റമളാനിന്റെ ഒരു ഖൈറിനെ, ലൈലത്തുൽ ഖദറാകുന്ന ഖൈറിനെ ആരെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ ഫഖദ് ഹുരിമ, അവൻ നഷ്ടക്കാരനാണ്. അതുകൊണ്ട് റമളാൻ നമുക്ക് നഷ്ടമാകരുത്. ഒരു കർമ്മവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ നിബന്ധനകളൊക്കെ പറഞ്ഞത്. ശിർക്കില്ലാത്ത വിശ്വാസം വേണം, ബിദ്അത്തിൽ കലരാത്ത ഇത്തിബാഅോട് കൂടിയുള്ള കർമ്മങ്ങൾ വേണം. മറ്റുള്ളവനെ പരാതിയും മറ്റുള്ളവനെ പറഞ്ഞു പ്രചരിപ്പിച്ച തെറി പറഞ്ഞ നാവുകൾ ഇല്ലാതിരിക്കണം. കുടുംബ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കണം. ഖുർആനുമായി ബന്ധം സ്ഥാപിക്കണം. നന്മയും തിന്മയും കൂടിക്കലർന്ന ജീവിതമാകാതിരിക്കണം. നന്മ നിറഞ്ഞതാവണം ജീവിതം എന്ന തീരുമാനത്തോടെ ജീവിക്കണം. നിരന്തരമായ തൗബ നമ്മുടെ ജീവിതത്തിൽ വേണം. തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, തൗബ ചെയ്ത് മടങ്ങിക്കോ. റമളാനിലേക്ക് കാലെടുത്തു വെക്കുമ്പോ ഭൗതികമായ ചിന്തകളിൽ നിന്നൊന്ന് മാറി നിന്ന് പരിപൂർണമായും ഇബാദത്തിന്റെ ലോകത്തേക്ക് കടന്നുവാ. റമളാനിന്റെ പകലുകൾ നമ്മുടെ കണ്ണിന് നോമ്പാവണം, നമ്മുടെ കാതുകൾക്ക് നോമ്പാവണം, നമ്മുടെ വയറിന് മാത്രം നോമ്പായാൽ പോരാ, ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങൾക്കും വൃദ്ധമാകണം, നോമ്പാവണം.
രാത്രിയാകുന്ന സമയത്ത് ഉറക്കം കുറച്ച് കുറക്കണം. എന്നിട്ട് ദിക്റുകളും ദുആകളും നിസ്കാരവും ഖുർആനോത്തും ഒക്കെ ഒന്ന് വർദ്ധിപ്പിക്കണം. റമളാനിനെ ഒന്ന് ഹയാത്താക്കണം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനൊരു ജീവിതം കെട്ടിപ്പടുത്ത് ഇങ്ങനെ ജീവിച്ചിട്ട് ഈമാനോടെ മരിക്കണം. നമുക്ക് ഈമാനോടെ മരിക്കണം. പാപത്തിന്റെ കറകളില്ലാത്ത കൽബോടെ, പാപത്തിന്റെ കറകളില്ലാത്ത കൽബോടെ മരിക്കണം നമുക്ക്. അള്ളാന്റെ കോടതിയിലെത്തുമ്പോ യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, നോക്കൂ നിങ്ങൾ, മക്കൾ ഉപകരിക്കാത്ത ലോകമാണത്. നിങ്ങളുടെ സമ്പത്ത് ഉപകരിക്കൂല എന്ന് റബ്ബ് പറഞ്ഞ ലോകമാണത്. എന്താ അവിടെ ഉപകരിക്കുക? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമകളായി വന്നാൽ, പാപത്തിന്റെ കറകളില്ലാത്ത ഹൃദയവുമായി റബ്ബിനെ കണ്ടുമുട്ടുന്നവർക്ക് അവർക്കാണെന്ന് രക്ഷയുള്ളത്, അവർക്കാണെന്ന് വിജയമുള്ളത്. അതുകൊണ്ട് കൽബിനെ ശുദ്ധീകരിച്ചിട്ട് വാശി വേണ്ട, വൈരാഗ്യം വേണ്ട, വെറുപ്പ് വേണ്ട, വിദ്വേഷം വേണ്ട. മനസ്സിലായോ? ഏട്ടനും അനിയനും കുടുംബങ്ങളും അയൽവാസികളൊക്കെ അല്ലേ, ആ ബന്ധങ്ങളൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ നമുക്ക്. നീ സദസ്സിന്ന് പിരിയുമ്പോഴേ ബന്ധം മുറിച്ച് ആരെങ്കിലുമൊക്കെ എന്റെ സംസാരം കേൾക്കുന്നവരുണ്ടെങ്കിൽ, കുടുംബത്തിൽ ബന്ധങ്ങളെ അറുത്തു കളഞ്ഞ ആളുകളുണ്ടെങ്കിൽ, അവരോട് എനിക്ക് ആത്മാർത്ഥയ്ക്ക് ഉണർത്താനുള്ള ഒരൊറ്റ വാക്കാണ്, എന്തറിയോ? മരിക്കും, മരിക്കും. മരണം നാളെ നേരം വെളുത്താൽ ഞാനും കൂടി എഴുന്നേൽക്കുന്നൊന്നും പറയാൻ കഴിയില്ല അല്ലേ? 2 വർഷം മുമ്പ് ഇവിടെ പ്രവർത്തിച്ച ഒരു ചെറിയ വിസ്റ്റം സ്റ്റുഡൻസിന്റെ ഒരു പ്രബോധക പ്രവർത്തകൻ മരിച്ചുപോയില്ലേ സഹോദരങ്ങളെ? നമ്മുടെ കൂടെ പ്രവർത്തിച്ച് യാത്രയായി പോയൊരു സുഹൃത്ത്, അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. വളരെ ആത്മാർത്ഥമായി എത്ര പ്രബോധകന്മാർ, എത്ര പ്രവർത്തകന്മാർ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞ എത്ര പണ്ഡിതന്മാർ അല്ലേ? നമ്മളാരാ? ഭൂമിയിൽ അഹങ്കരിച്ചും മുറ്റുകൊടുക്കാതെ അങ്ങനെ ജീവിച്ചിട്ട് പൊട്ടാനി മുന്തുള്ളി ചെഞ്ചോരക്കട്ട, പിന്നെ നീ കാഷ്ടം ചുമന്നോരു കൊട്ട. മനുഷ്യൻ ദുർബലനാണ്. 6 കാലുള്ള വാഹനത്തിൽ കയറി യാത്ര പോകണം. അന്ന് കരയാൻ ആളുകളുണ്ട്, വിതുമ്പാൻ ആളുകളുണ്ട്. മൈനറിയത്തിയുമായി കൺതടം മൊലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ. എല്ലാരും പോകും, എല്ലാരും പോകും. ഭാര്യ വിധവയാകുന്നൊരു ദിവസം, ഭർത്താവ് ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു ദിവസം, ഉമ്മ തന്റെ മകന്റെ മകന്റെ വിടവാങ്ങലിനെയോർത്ത് തട്ടത്തിന്റെ തലഭാഗം അണ്ണാക്കിലേക്ക് വായിലേക്ക് കടിച്ചമർത്തി ഉമ്മ കരയുന്നൊരു ദിവസം, വാപ്പ കരയുന്നൊരു ദിവസം, മകന്റെ മയ്യത്തിന്റെ നെഞ്ചിൽ കിടന്ന് ഉമ്മ കരയുമ്പോ, അങ്ങനെ ഒരു ദിവസം നമുക്കൊക്കെ വരാനില്ലേ പ്രിയമുള്ളവരെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലേ നമ്മളെ? ആ മരണം നമ്മളിലേക്ക് വരുമ്പോ നമ്മുടെ ഖൽബ് ക്ലാരിറ്റിയാണോ, നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെട്ടതാണോ എന്നതാണ് പ്രാധാന്യം. റസൂലുള്ളാഹിന്റെ ഒരു പെരുന്നാളിന്റെ സുദിനത്തിൽ, ഹബീബിന്റെ പെരുന്നാളിന്റെ സുദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹ് കഴിഞ്ഞിട്ട്, നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. സ്വഹാബത്തിന്റെ കൂടെ യാത്രയാണ്. റസൂലുള്ളാഹ് തന്റെ കുടുംബങ്ങളിലേക്ക്, തന്റെ അയൽവാസികളിലേക്കൊക്കെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് റസൂല്. ഇറങ്ങി പോകുമ്പോ ഹബീബായ റസൂല് കാണുന്ന ഒരു കാഴ്ച, കുറെ മക്കൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്, ചെറിയ ചെറിയ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ആ കളിക്കുന്ന സന്തോഷം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടികളെ നോക്കി സന്തോഷത്തോടെ, കൗതുകത്തോടെ നോക്കി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൂട്ടത്തിൽ ഒരു കുട്ടിയെ കണ്ടു, കളിക്കാതെ മാറി നിൽക്കുന്ന ഒരു കുട്ടി. ചെറിയ ബാലനാണ്, കീറിയ കുപ്പായം ധരിച്ച കുട്ടിയാണ്. ആ കുട്ടി നിന്ന് കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചേർത്ത് പിടിച്ചു, മോനെ അടുത്തേക്ക് വാ മോനെ. റസൂൽ ഇങ്ങനെ അടുത്ത് നിർത്തിയിട്ട് ചോദിച്ചു, എന്തിനാടാ നീ കരയുന്നത്? നിന്റെ കൂട്ടുകാർ കളിക്കാൻ വിളിക്കാഞ്ഞിട്ടാണോ? ആ കുട്ടി പറഞ്ഞു, റസൂലേ, അല്ല നബിയേ, എന്റെ കൂട്ടുകാരനെ കളിക്കാൻ വിളിക്കാഞ്ഞിട്ടല്ല. എന്റെ കൂട്ടുകാർക്ക് ഈ പെരുന്നാളിന്റെ ദിവസത്തിൽ പുത്തനുടുപ്പുകൾ വാങ്ങിക്കൊടുത്തത് അവരുടെ ഉമ്മയാണ്, അവരുടെ വാപ്പയാണ് നബിയേ. അവർക്ക് കളിപ്പാട്ടങ്ങളുണ്ട്, അത് വാങ്ങിക്കൊടുത്തവരുടെ ഉമ്മയും വാപ്പയുമാണ് നബിയേ.
എനിക്കെന്റെ ഉമ്മയില്ല നബിയേ, എനിക്കെന്റെ വാപ്പയില്ല നബിയേ, എന്റെ ഉമ്മയും വാപ്പയും മരിച്ചുപോയി റസൂലേ എന്ന് പറഞ്ഞപ്പോ രണ്ട് മുട്ടും കാലും കുത്തി ഹബീബായ റസൂൽ അവിടെ ഇരുന്നിട്ട് ആ കുഞ്ഞിനെ മാർപിടത്തിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു രംഗമുണ്ട് ചരിത്രത്തിൽ. ആ കുട്ടി എങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് തലയിലേക്ക് ഇങ്ങനെ തടവിയിട്ട് പറഞ്ഞു, മോനെ വാപ്പയായി നിനക്ക് ഞാൻ പോരടാ, ഒരു വാപ്പാന്റെ സ്ഥാനത്ത് ഞാനില്ലേ നിനക്ക്, ഉമ്മയായി നിനക്ക് ആയിഷ പോരെ മോനെ എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, ആ ഉമ്മ പോരെ നിനക്കെന്ന് ആയിഷ ബീവിയെ കുറിച്ച് പറയുന്ന വാക്ക് കാണാം. എന്നിട്ട് റസൂലുള്ളാഹ് ആശ്വാസത്തിന്റെ വാക്കുകൊണ്ട് ആ കുഞ്ഞുമോന്റെ കൽബിലേക്ക് ഒരു ആശ്വാസത്തിന്റെ വാക്ക് പകരുന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുവെങ്കിൽ ഈ ചരിത്രം എന്തിനാണ് ഇവിടെ ഉണർത്തിയതെന്നറിയുമോ? നാളെ നമ്മുടെ മക്കൾ, നമ്മുടെ പേരമക്കൾ ഏതെങ്കിലും യതീംഖാനയുടെ തൂണിൽ പിടിച്ച് കരയുന്ന ദിവസം ആ കുട്ടികളെ പരിചരിക്കാൻ ആളുകൾ ഉണ്ടാകും, ആ കുട്ടികളെ സംരക്ഷിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും, ഒരുപാട് സംഘടനകൾ ഉണ്ടാകും, ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും. പക്ഷേ മരണപ്പെട്ടു പോകുന്ന നമ്മുടെ ഖബറിലേക്ക് വേണ്ടി ഞാനും നിങ്ങളും എന്താ നേടിയത്? എന്താ നമ്മുടെ കയ്യിലുള്ളത്? നാളെ മരിച്ചാൽ എന്റെ ഖബറിലേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയുള്ളവരാകണമെന്ന് റബ്ബ് പറഞ്ഞിട്ട് റബ്ബ് ചോദിച്ച വാചകം എന്താ? നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താ നേടിയെടുത്തിട്ടുള്ളത്? എന്താ ഉള്ളത്? എത്ര റമദാനുകൾ കിട്ടിയിട്ടും എന്താ നമ്മുടെ കൈകളിലുള്ളത്? ഉമ്മത്തെ എന്താ നമ്മുടെ കരങ്ങളിലുള്ളത്? ഈ ചോദ്യത്തിന് ഉത്തരം കാണണം. നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കാണണം. അതുകൊണ്ട് എല്ലാ അഹങ്കാരവും വിടി, എല്ലാ അഹങ്കാരം ഒഴിവാക്കി, എന്നിട്ട് കുടുംബങ്ങളൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക, ബന്ധങ്ങളൊക്കെ ഒന്ന് നന്നാക്കി, ഇടപാടുകളൊക്കെ ഒന്ന് ശരിപ്പെടുത്തി, ബന്ധങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി നല്ല മനുഷ്യനായി ജീവിക്കാൻ, നല്ല വ്യക്തിത്വമായി ജീവിക്കാൻ. മരണത്തിന്റെ ശയ്യയിൽ ഇങ്ങനെ കിടക്കുമ്പോഴേ തൊണ്ടയിൽ ഇങ്ങനെ എന്നിട്ടൊരു ശബ്ദം ഇങ്ങനെ വരും അല്ലേ? കല്ലാ ഇദാ ബലഗത്തിത്തറാഖ് വഖീല മൻ റാഖ് വഖീല മൻ റാഖ്. പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദത്തെയല്ല പ്രയോഗിക്കുകയാണ്. വഖീല മൻ റാഖ്, മന്ത്രിക്കാൻ ആരുണ്ട്? ഒരാശ്വാസത്തിന്റെ വാക്ക് പറയാൻ ആരുണ്ട്? ഒരു കലിമത്തു ഷഹാദ ചൊല്ലിത്തരാൻ ആരുണ്ട് എന്ന് ഖൽബ് കൊതിക്കുന്ന സമയമാണത്, മനസ്സ് മന്ത്രിക്കുന്ന സമയമാണത്. അന്ന് ഉമ്മാന്റെ കൈയൊന്ന് പിടിക്കണമെന്നുണ്ട്, ഉപ്പാന്റെ കൈയൊന്ന് പിടിക്കണമെന്നുണ്ട്, ജ്യേഷ്ഠന്റെ കൈയൊന്ന് പിടിക്കണമെന്നുണ്ട്, അനുജന്റെ കൈയൊന്ന് പിടിക്കണമെന്നുണ്ട്, ബന്ധം വേർപെട്ടു പോയ കൂട്ടുകാരനെ ഒന്ന് വിളിച്ച് പൊരുത്തപ്പെടിക്കണമെന്നുണ്ട്, അയൽവാസിയോട് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞൊന്ന് പൊരുത്തപ്പെടിക്കണമെന്നുണ്ട്. പക്ഷേ കണങ്കാലും കൂട്ടിമുട്ടുന്ന സമയമാണ്, കണ്ണുകൾ മേൽപോട്ട് പറയുന്ന സമയമാണ്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അല്ലാഹുവിന്റെ കോടതിയിലേക്ക്, റബ്ബിന്റെ അടുക്കലേക്ക് റൂഹിനെ കൊണ്ടുപോകുന്ന സമയമാണ്. ആ ദിവസം ആ സമയമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോ ഒരു ഗ്ലാസ്സിൽ വെള്ളവും കൊണ്ട് മോളിങ്ങനെ വരും. ഉപ്പാതൊന്ന് കുടിക്കും വാപ്പ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ട് മോനിങ്ങനെ വരും. നെഞ്ചിന്റെ വേദന അമർത്തിപ്പിടിച്ചിട്ട് കരയുന്ന വാപ്പാക്ക് ഗുളിക എഴുതി കൊടുത്ത ഡോക്ടർ, വിദഗ്ധനായ ഡോക്ടർ എഴുതി കൊടുത്ത ഗുളിക കൊണ്ട്, ആ മരുന്ന് കൊണ്ട് മോന് വരുന്നുണ്ട്. ആ ഗുളിക ഇങ്ങനെ മരുന്നിങ്ങനെ വാങ്ങിയിട്ട് ശമനമില്ല. സ്നേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് കൊടുത്ത വെള്ളത്തിൽ നിന്ന് ശമനമില്ല. വിട വാങ്ങുകയാണ്, യാത്രയാവുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു യാത്ര നമുക്ക് വരാനുണ്ട്. ആ മരണത്തെ എപ്പോഴും ഓർക്കണം. അതാണ് റസൂൽ പറഞ്ഞത്, ധാരാളം മരണത്തെ ഓർത്ത് ജീവിക്കാൻ അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ മരിക്കുമ്പോ ശിർക്കില്ലാത്ത വിശ്വാസം ഉണ്ടാകണം കൽബിൽ, ബിദ്അത്തുകൾ കലരാത്ത അമലുകൾ ഉണ്ടാകണം കൈകളിൽ, മറ്റുള്ളവനെ ഗീബത്തും നമീമത്തും പറഞ്ഞിട്ട് നഷ്ടപ്പെടാത്ത കർമ്മങ്ങൾ, നല്ല ക്ലാരിറ്റിയുള്ള കർമ്മങ്ങളുമാണ്. ഈ റമളാൻ അങ്ങനെയുള്ള കർമ്മങ്ങൾ നേടാനുള്ള നിയ്യത്തോടു കൂടി ഈ റമളാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുക. തുടർന്ന് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. റമളാനിനെ സംബന്ധിച്ചുള്ള വിധികളും വിലക്കുകളൊക്കെ പഠിക്കുക. പീസ് റേഡിയോ എന്നൊരു സംവിധാനം നമുക്കുണ്ട്. സഹോദരങ്ങളെ, ദീന് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മനോഹരമായ ഒരു സംവിധാനം. ഖുർആനൊക്കെ പഠിക്കാൻ ഒരുപാട് ചാൻസുകൾ നമ്മുടെ നാട്ടിൽ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളുണ്ട്.
ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസുകൾ, പ്രായവ്യത്യാസമില്ലാതെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ അല്ലേ? ആ പഠന സംവിധാനത്തിലേക്ക് പോവുക. നമ്മുടെ മക്കൾ CRE സംവിധാനം നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള സംവിധാനമാണ്. 8ാം ക്ലാസ് പഠനം കഴിഞ്ഞ് നിൽക്കുന്ന, മദ്രസ പഠനം കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാനുള്ള ചാൻസ്. ലഹരിയുടെ ലോകത്തും തിന്മകളുടെ ലോകത്തും നമ്മുടെ മക്കൾ വിഹരിക്കുമ്പോൾ ആ മക്കളെ പിടിച്ചു നിർത്തിയിട്ട് ദീനിന്റെ ആശയത്തിലേക്ക് നമ്മുടെ മക്കൾക്കൊരു ലൈൻ വരച്ചു കൊടുക്കാൻ, ഒരു റൂട്ട് കാണിക്കാൻ നമ്മുടെ മുന്നിൽ ആ ചാൻസ്. വിസ്ഡം സ്റ്റുഡൻസ് ഒരുക്കുന്ന CRE സംവിധാനങ്ങൾ, വിസ്ഡം യൂത്ത് ഒരുക്കിയിട്ടുള്ള ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസുകൾ, പീസ് റേഡിയോ സംവിധാനങ്ങൾ, നേർവഴി പോലെയുള്ള 5 മിനിറ്റ് ക്ലാസുകൾ, 1 മിനിറ്റ് ടോക്കുകൾ, എന്തൊക്കെ സംവിധാനം നമുക്ക് പഠിക്കാൻ. വായനാശീലം താല്പര്യമുള്ള ആളുകൾക്ക്, വായന താല്പര്യമുള്ള ആളുകൾക്ക് നിർപ്പദം വാരിക, വിജ്ഞാനപ്രദമായ ലേഖനങ്ങൾ ക്രോഡീകരിച്ച നിർപ്പദം വാരിക, അഖീദ പഠന സംരംഭങ്ങൾ, ഫിഖ്ഹി പഠന സംരംഭങ്ങൾ എല്ലാം പീസ് റേഡിയോ സംവിധാനത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ, ഖുതുബകൾ ലഭിക്കാൻ ജമീൽ ആപ്പുകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തെല്ലാം സംവിധാനങ്ങളാണ്. ഇന്ന് പഠിക്കാൻ ചാൻസ് കിട്ടിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ചാൻസ് ഇല്ലാത്ത വിധം എല്ലാ ഒരുക്കങ്ങളും നമ്മൾ നിർവഹിച്ചു വെച്ചിട്ടുണ്ട് ഈ ഉമ്മത്തിനു വേണ്ടി, നമ്മുടെ ഖബറിലേക്ക് വേണ്ടി. അതൊക്കെ ഉപയോഗപ്പെടുത്തുക, നന്നായിട്ട് പഠിക്കുക, നല്ല ഖൽബോടുകൂടി റമദാനിലേക്ക് കാലെടുത്ത് വെക്കുക. അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സകല തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടം അല്ലേ? തൊട്ടടുത്ത പ്രദേശം, മറക്കാൻ പറ്റാത്ത അനുഭവം ഇല്ലേ? ഇന്നലെ സംഭവിച്ച സംഭവങ്ങൾ നമ്മുടെ മുന്നിലില്ലേ സുഹൃത്തുക്കളെ? അതൊക്കെ ഒരു നിമിഷത്തിൽ നടക്കുന്ന അപകടങ്ങൾ, ദുരന്തങ്ങൾ, മനസ്സൊന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഖൽബ് അള്ളാന്റെ ദീനിൽ എപ്പോഴും ഉറച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഈമാനുള്ള ഖൽബ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും വിട്ടുനിന്ന് നന്മയുടെ വഴിയിൽ മരിക്കുന്നത് വരെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സമയം കൊണ്ടും അള്ളാന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك.